ഓൾ ദിസ് ഇസ് ലാസ്റ്റ് സാറ്റർഡേ മോർണിംഗ്. സാറ്റർഡേ അധികം നേരം കിടന്നുറങ്ങാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്ക് ഇന്ന് ട്രിവാൻഡ്രം വരെ പോകണമായിരുന്നു. യുണിക്സ് അക്കാഡമിയുടെ സ്കൂൾ ടോപ്പേഴ്സ് അവാർഡിൽ സിറ്റാഡൽ സ്കൂളുണ്ട്. ട്രോഫി ഏറ്റുവാങ്ങാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള സെന്റ് ജോസഫ് സ്കൂളിലാണ് പോകേണ്ടത്. രാവിലെ എണീറ്റ് ഓടി പിടിച്ച് വന്ന് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി അമ്മ അപ്പോഴേക്ക് ചട്നിക്ക് വരച്ച് തന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയായിരുന്നു. സ്കൂട്ടിയിൽ പുലിച്ചിറ പോയി കുക്കൂനെ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങിയത്. കറക്റ്റ് 9:30 ആയി അവിടെ എത്തിയപ്പോൾ ടൈം കളയാനില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ നിന്നില്ല. കുക്കൂനെ ഇറക്കി വിട്ടേച്ച് അവിടുന്ന് കാർ എടുത്ത് ട്രിവാൻഡ്രത്തേക്ക്. മദ്രാസ് ആകെ മാറിപ്പോയിരിക്കുന്നു എന്ന് ജയസൂര്യ പറയുന്നത് പോലെ മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് ബി.എഡിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയ വഴികളൊക്കെ കംപ്ലീറ്റ്ലി മാറിപ്പോയിരിക്കുന്നു. ഞങ്ങളെത്തി അല്പസമയത്തിനകം തന്നെ സ്കൂളിൻ്റെ പേര് വിളിച്ചു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ ആണ് എടുത്തത്. അതും കറക്റ്റായിട്ട് കിട്ടിയില്ല. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ അവരെടുക്കുന്നുണ്ട്, നമുക്ക് പതുക്കെ അയച്ചു തരും. സ്കൂളിലുള്ള ട്രോഫി മേടിച്ചു കഴിഞ്ഞ് അടുത്തൊരു കടയിൽ പോയി ചായയും മുളക് ബജിയും കഴിച്ചു. തിരിച്ചു വന്നപ്പോഴേക്ക് നോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് റാങ്കാണ്. ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. ബാക്കി നമ്മൾക്കുള്ള സമ്മാനങ്ങളൊക്കെ വൈകുന്നേരം ആവും. ഞാനും അല്ലനും ആ ഗ്യാപ്പിൽ മമ്മീനെയും ഡാഡേനെയും പറ്റിച്ച് അടുത്തുള്ള കനകക്കുന്ന് പാലസ് കാണാൻ പോയി. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാളിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണിത്. ആൻഡ് ദിസ് ഇസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ ഗാർഡൻ ക്രിയേറ്റഡ് ബൈ അഭിലാഷ് നായർ ആൻഡ് എ ഗംഗപ്രസാദ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, കേരള യൂണിവേഴ്സിറ്റി. ഒരു കാലത്ത് സർ C.P. രാമസ്വാമി അയ്യരുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു ഇവിടെ. ഇവിടം നിരവധി സാംസ്കാരിക പരിപാടികൾക്കും സെമിനാറുകൾക്കും മറ്റ് കലാപരിപാടികൾക്കും ഇന്ന് ആതിഥേയത്വം വഹിക്കുന്നു. അകത്തോട്ട് കയറ്റി വിടത്തില്ല. ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചാണ് പോയത്. പിന്നെ ഒരു ഐസ്ക്രീമും ഷേക്കും ഒക്കെ കഴിച്ച് പിള്ളേർക്ക് 2 ക്യാപ്പും ഒക്കെ മേടിച്ച് തിരിച്ച് വെന്യൂവിലേക്ക് എത്തി. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവൽ 4th റാങ്ക് ഉണ്ട്. അത് ലയണൽ ജാക്സൺ ആണ്. അതും കൂടി കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ചായ കുടിക്കാനായിട്ട് ഞാനും അലനും വീണ്ടും അടുത്തൊരു തട്ടുകടയിലെത്തി. അവിടുന്ന് എനിക്കൊരു മൈസൂർ പാക്കും കിട്ടി. നാങ്കട്ട, മൈസൂർ പാക്ക്, സിഗരറ്റ് മിഠായി, തേൻ മിഠായി, ഇതൊക്കെ എനിക്ക് നൊപ്പലാഞ്ചിയാണ്. പതുക്കെ പതുക്കെ വേദി ഒഴിഞ്ഞു. ഏറ്റവും അവസാനം വരെ ഞങ്ങളിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പുലിച്ചിറയിലേക്ക്. അവിടെ വന്ന് മമ്മിയും ഡാഡേനെയും ഡ്രോപ്പ് ചെയ്ത് കുക്കൂനെ എടുത്ത് സ്കൂട്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക്. സ്വർഗപുരം ശ്രീ ദുർഗാദേവി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള അലങ്കാര പണികളാണ് താനിപ്പാലവും താനി മുഴുവനും. താനിപ്പാലമൊക്കെ കടന്ന് താനിയും കടന്ന് ഇങ്ങെരൂപുരം പാലം കയറി കഴിഞ്ഞാൽ വിശുദ്ധ അന്തോനീസിൻ്റെ പെരുന്നാളാണ് ഞായറാഴ്ച. കുരിശടിയും മിന്നിത്തിളങ്ങി നിൽപ്പുണ്ട്. കാലിലെ മുറിവിൻ്റെ 7-8 തുന്നലെടുത്തേ പിന്നെ ഇന്നാണ് കുറച്ചധികം നടക്കുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ തന്നെ നൂഡിൽസും 10 മുട്ടയും ഒക്കെ മേടിച്ചിട്ട് രാത്രി നൂഡിൽസ് ആക്കാനുള്ള പരിപാടിയാണ്. കാലിൻ്റെ വേദനയേക്കാളേറെ മനസ്സിനാണ്. ഒരു ഫേമസ് കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം ഞാൻ ഇല്ലാണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നോട് എന്തായിരിക്കും പറയാനുണ്ടാവുക. ആരോടെങ്കിലുമൊക്കെ ഇപ്പോൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇതാണ് ആലോചിക്കുന്നത്. 2 ദിവസത്തിനപ്പുറം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കപ്പുറം അവർ ഈ ലോകത്ത് തന്നെ ഇല്ലെങ്കിലും അടുത്തൊരു നിമിഷത്തിന്റെ ഗ്യാരണ്ടി പോലും ലൈഫിന് ഇല്ല എന്നുള്ളത് ഓർത്ത് വെച്ചാൽ വാക്കിലും നോക്കിലും ഒക്കെ കുറച്ചുകൂടെ കരുണയാവാം. ആഫ്റ്റർ ഓൾ ബീങ് കൈൻഡ് കോസ്റ്റ് യു നത്തിങ്.